ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന പഠനം അതെന്നും ദൈവമഹത്വത്തിന് ഉതകുന്നതാണ്. നാം അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്താൽ. നമ്മുടെ മുമ്പാകെ നാം ഇന്ന് അവതരിപ്പിക്കപ്പെടുന്ന വിഷയം റോമലേഖനമാണ്. പുതിയ നിയമത്തിലെ ഈടുറ്റതായൊരു ലേഖനം. ദൈവ പൈതലായി തീർന്നൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഭൂമിയിൽ താൻ നിർവഹിക്കേണ്ട വിശ്വാസ ജീവിതത്തിൽ തൻ്റെ അടിസ്ഥാനമായി താൻ ഉൾക്കൊണ്ടിരിക്കേണ്ട വിഷയങ്ങളാണ് റോമലേഖനം. കാരണം ദൈവമുമ്പിൽ നീതീകരിക്കപ്പെട്ടു ഒരു വിശ്വാസി മാർഗത്താലോ പ്രമാണങ്ങളനുസരിച്ചതിൻ്റെ ഫലമായിട്ടല്ല, നമ്മുടെ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. ദൈവം വെച്ച വിശ്വാസ വ്യവസ്ഥ, വിശ്വാസമാർഗം, ദൈവപുത്രനായ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് അനുസരണമുള്ള വിശ്വാസം. നാം വ്യക്തമായി തന്നെ ഇതിനകം പറഞ്ഞു, വിശ്വാസം എന്നത് കേട്ടുകൊണ്ടിരിക്കുകയല്ല, മനഃപ്പാഠമായി പഠിക്കുകയല്ല, നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുകയല്ല. വിശ്വാസം അനുസരണത്തിലേക്ക് നയിക്കണം. നമ്മോട് ദൈവം പറയുന്ന നിർദ്ദേശങ്ങളും കൽപ്പനകളും നാം അനുസരിക്കാൻ തീരുമാനമെടുക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസി. വിശ്വാസത്താലാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ നാം ഇപ്പോൾ റോമലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 94-ാമത്തെ പഠനത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നീതീകരിക്കപ്പെട്ടതിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഗ്രഹീതമായിട്ടുള്ള അവസ്ഥകളാണ്. നീതീകരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ, പ്രധാനമായ 3 പാഠങ്ങൾ നീതീകരണത്തിൻ്റെ അനുഗ്രഹമായി നാം പഠിക്കേണ്ടതുണ്ട്. റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങൾ ആധാരമാക്കി നാം മനസ്സിലാക്കുന്ന ദൈവം നമുക്ക് പറഞ്ഞു തരുന്നൊരു വലിയ സത്യം യഥാർത്ഥ സമാധാനത്തെക്കുറിച്ചാണ്. ലോകം മുഴുവൻ സമാധാനം തേടുകയാണ്. പ്രത്യേകിച്ച് സംഘർഷങ്ങളും യുദ്ധങ്ങളും അഴിമതികളും അതിക്രമങ്ങളും നിറഞ്ഞ ലോകത്തിൽ യഥാർത്ഥ സമാധാനം ദൈവം വെളിപ്പെടുത്തുകയാണ്. യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് യുദ്ധങ്ങൾ കെട്ടടങ്ങുന്ന സമയത്ത് ലഭിക്കുന്നതല്ല, സംഘർഷങ്ങളും പ്രയാസങ്ങളും കോലാഹലങ്ങളും അടങ്ങുന്നതല്ല സമാധാനം. യഥാർത്ഥ സമാധാനം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് യഥാർത്ഥ സമാധാനം. ഇതാണ് ആദ്യത്തെ 1-2 വാക്യങ്ങൾ റോമലേഖനം 5-ാം അധ്യായം. വായിച്ച് കേൾക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, കാരണം ഇതുവരെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഇംഗ്ലീഷിൽ therefore എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ബൈബിൾ നൽകപ്പെട്ടപ്പോൾ അധ്യായങ്ങളോ വാക്യങ്ങളുടെ നമ്പറുകളോ ഇല്ല, ഒറ്റ ലേഖനമാണ്. അപ്പോൾ 4-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും മറ്റും വിശ്വാസത്തിലുള്ള നീതീകരണത്തിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ക്രിസ്തുവിലാണ്, മുഖാന്തരമാണ്. ക്രിസ്തു മുഖാന്തരമാണ് ദൈവത്തോട് സമാധാനം. ഒരിക്കൽ ശത്രുക്കളായിരുന്നു, സമാധാന ഉടമ്പടി ഇപ്പോൾ എഴുതി, ശത്രുത്വം അവസാനിച്ചു. 2-ാമത്തെ വാക്യം പറയുന്നത് നാം നിൽക്കുന്ന ഈ കൃപ, നാം ഇപ്പോൾ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്, ദൈവം നിർത്തിയിരിക്കുകയാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, വീണ്ടും കാരണക്കാരൻ യേശുക്രിസ്തു മുഖാന്തരം, അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ചതാണ് ഈ അനുഗ്രഹം. തുടർന്ന് പറയുന്നു, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അഥവാ സന്തോഷിക്കുന്നു. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. 3 അനുഗ്രഹങ്ങൾ ഇവിടെ പരാമർശിച്ചു. 1 ദൈവത്തോട് സമാധാനം, 2 കൃപയിൽ നിൽക്കുന്ന അനുഗ്രഹം, 3 പ്രത്യാശയിൽ സന്തോഷിക്കുക. പ്രത്യാശയിൽ സന്തോഷിക്കുന്ന വിഷയമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യാശ, ഹോപ്പ് എന്ന ഇംഗ്ലീഷ് വാക്ക്. പ്രത്യാശ എന്ന് പറയുമ്പോൾ അതിൽ ആഗ്രഹവുമുണ്ട്, ആത്മാർത്ഥമായ പ്രതീക്ഷയുമുണ്ട്. ലോകത്തിൽ മനുഷ്യരായി നാം പലതും ആഗ്രഹിക്കും, പക്ഷെ നമുക്കറിയാം അത് ലഭിക്കില്ല. പക്ഷേ ഈ ദൈവമക്കൾക്ക് നൽകപ്പെടുന്ന പ്രത്യാശ എന്ന് പറയുന്നത് നമുക്കത് ആഗ്രഹിക്കുവാനും അത് ലഭിക്കുമെന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രതീക്ഷിക്കുവാനും കഴിയും. ഇംഗ്ലീഷിൽ കോൺഫിഡൻറ്റ് എക്സ്പെക്റ്റേഷൻ, നിശ്ചയത്തോടെ നമുക്ക് പ്രതീക്ഷിക്കാം അത് സംഭവിക്കും. കാരണം ദൈവം പറഞ്ഞതാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, അത് സാധിക്കും, സംഭവിക്കും. അപ്പോൾ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ, നമുക്ക് ദൈവത്തിൻ്റെ തേജസ്സുമായൊരു സമ്പർക്കം, ഒരു ബന്ധം, ഒരു പങ്കാളിത്തം, ഇത് നമ്മുടെ പ്രതീക്ഷയാണ്. ഇത് വെറും ആഗ്രഹമല്ല, ഇത് സംഭവിക്കും. അത് ക്രിസ്തുവാണ് ആ പ്രത്യാശ. സമാധാനം ക്രിസ്തു എന്നതുപോലെ അവൻ നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞ പോലെ തീത്തോസ് നമ്മൾ കേട്ടു. യേശു നമ്മുടെ പ്രത്യാശയാണ്, ദൈവ തേജസ്. നാം സന്തോഷിക്കണം. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ സന്തോഷിക്കുന്നു, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു.
പ്രത്യാശ വളരെ പ്രധാനമാണ്. പ്രത്യാശയാണ് നമ്മെ പിടിച്ചു നിർത്തുന്നത്, നിലനിർത്തുന്നത്, മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. ഏത് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കോളിളക്കങ്ങളും സംഘർഷങ്ങളും വന്നാലും പ്രത്യാശയുള്ള വ്യക്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ എബ്രായ ലേഖനം ഇങ്ങനെ പറയും, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം. കപ്പലും നങ്കൂരവും ചിന്തിക്കുക. കപ്പൽ ഇളകുന്നില്ല, മറിയുന്നില്ല, നങ്കൂരം ഉറപ്പാണ്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരുശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാണ്. കർത്താവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരിക്കൽ ഒരു ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി പെട്ടെന്നൊരു അഗ്നി പടർന്നു പിടിച്ചൊരു സ്ഥലത്ത് അകപ്പെടുകയും തൻ്റെ ശരീരം മുഴുവൻ വെന്തു പോവുകയും ചെയ്തു. ദേഹം മുഴുവൻ വെന്ത് കരിഞ്ഞു. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥിയാണ്. താൻ ഈ ആശുപത്രിയിൽ 1 മാസത്തോളം കിടക്കുന്നു. പുരോഗതി ഒന്നും കാണുന്നില്ല. ഒരു ദിവസം ഈ വിദ്യാർത്ഥിയെ കാണാനായിട്ട് അവൻ്റെ സ്കൂളിലെ അവൻ്റെ ക്ലാസ് ടീച്ചർ കടന്നു വരുന്നു. ക്ലാസ് ടീച്ചർ കടന്നു വന്നിട്ട് അവനോട് പറയുകയാണ്, എന്നെ അയച്ചത് നീ മറ്റു കുട്ടികളിൽ നിന്നും പുറകോട്ട് പോകരുത്. പഠനത്തിൽ നീ പിന്നോക്കം പോകാതിരിക്കുന്നതിന് നിന്നെ പഠന കാര്യത്തിൽ സഹായിക്കാനാണ് ഞാൻ വന്നത്. ഈ കുട്ടി പെട്ടെന്ന് സുഖം പ്രാപിച്ചു. ആ കുട്ടി മനസ്സുകൊണ്ട് മനസ്സിലാക്കി, ഈ ക്ലാസ്സിലെ എൻ്റെ അധ്യാപികയെ എൻ്റെ അടുക്കലേക്ക് വിട്ടത് ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് എന്നെ കാണാൻ വിട്ടതല്ല. മറ്റു കുട്ടികളോടൊപ്പം എന്നെയും പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കാൻ വന്നതാണ്. ആ വിദ്യാർത്ഥിക്ക് പ്രത്യാശയുണ്ടായി. എനിക്ക് മുന്നേറാൻ കഴിയും. അപ്പോൾ അത് ദൈവവചനം നമുക്ക് നൽകുന്ന പ്രത്യാശ അതാണ്. ഇത് വെറും മനക്കോട്ടയല്ല. വചനം തരുന്ന പ്രത്യാശ എന്ന് പറയുന്നത് മനക്കോട്ടയല്ല, അത് ആഗ്രഹമാണ്, ഉറപ്പായൊരു പ്രതീക്ഷയുമാണ്. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മൾ വിറച്ചുകൊണ്ട് മടിച്ച് ഒരു പക്ഷേ സാധിക്കുമായിരിക്കും, ഒരു പക്ഷേ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും എന്നൊക്കെ സംശയത്തോടെ നിൽക്കുന്നൊരവസ്ഥയല്ല ദൈവവചനത്തിൽ നമുക്ക് നൽകപ്പെടുന്ന പ്രത്യാശ. ഇത് നിശ്ചയമുള്ള പ്രതീക്ഷയാണ്, അത് സത്യമാണ്. ആകാശം ഭൂമി മാറിയെന്ന് വരും, പക്ഷെ ദൈവം പറഞ്ഞ വചനങ്ങളും വാക്കുകളും വാഗ്ദാനങ്ങളും മാറില്ല. അതാണ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞത്, സ്ഥിരവും ഉറപ്പുള്ളതുമാണ്, നമ്മളെ പിടിച്ചു നിർത്തുന്നതാണ്, മുന്നോട്ട് നയിക്കുന്നതാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ 5-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. എന്തിനാണ് ദൈവമക്കൾ പ്രശംസിക്കുന്നത്? നീതീകരിക്കപ്പെട്ട ഒരു ദൈവവചനത്തെ സംബന്ധിച്ച് അവൻ പ്രത്യാശിക്കുന്ന എന്തിലാണ്? ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. ദൈവതേജസ്സിൻ്റെ പ്രത്യാശ വളരെയധികം കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ടാകാം. ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ, ഒരുപക്ഷേ കർത്താവിനെ നാം വീണ്ടും കാണുമെന്നുള്ള പ്രതീക്ഷ, തേജസ്സോടുകൂടി കാണുമെന്നുള്ള പ്രതീക്ഷയാകാം. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം ഇങ്ങനെ നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും തേജസ്സോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഒരിക്കൽ കർത്താവിനെ നാം കാണും, തേജസ്സോടെ കാണും എന്നുള്ള പ്രതീക്ഷയാകാം. കാരണം തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഈ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ തീത്തോസിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നാം മലയാളത്തിൽ 12-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. നാം ഭാഗ്യകരമായ പ്രത്യാശ, വളരെ ഭാഗ്യകരമായ അവസ്ഥയാണ് ഈ പ്രത്യാശയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരേണ്ടതിനെ അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ ഭാഗ്യകരമായ പ്രത്യാശ എന്താണ്? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ കർത്താവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. കർത്താവ് യേശുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത കാത്തുകൊണ്ട് ജീവിക്കുകയാണ്, പ്രതീക്ഷിച്ച് ജീവിക്കുകയാണ്. എനിക്ക് യേശുവിനെ കാണാൻ കഴിയും, അത് ഏറ്റവും ഭാഗ്യകരമായ എൻ്റെ ജീവിത പ്രത്യാശയാണ്. അപ്പം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു പറയുമ്പോൾ അതിനകത്ത് ഒരു പക്ഷേ റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ വിഷയം കൂടി കാണാം. റോമലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അതൊരു പ്രതീക്ഷയാണ്. നാം യേശുവിനോടുകൂടെ ഞാൻ തേജസ്കരിക്കപ്പെടും, എനിക്ക് രൂപാന്തരം സംഭവിച്ച യേശുവിനോടുകൂടെ ഞാൻ തേജസ്കരിക്കപ്പെടും. അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മളെ പ്രത്യാശയെ ഉറപ്പിക്കുകയാണ്, എന്നിൽ ദൈവ തേജസ് വെളിപ്പെടും.
എന്നിൽ വെളിപ്പെടാനുള്ള ദൈവ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി പകരുകയാണ് ഈ പ്രത്യാശ. റോമലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ അവിടെ പറയുന്ന ഇപ്രകാരമാണ്: ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മൾ. ജാതികളിൽ നിന്ന്, പ്രജാതികളുടെ ലോകത്ത് നിന്ന് വിളിച്ചു വരുത്തി തേജസ്സിനായി മുന്നൊരുക്കിയ ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ച ജീവിതങ്ങളാണ് നാം. ഇപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിൽ പ്രശംസിക്കുന്നു. മറുവശ ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ നിന്നുള്ള നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിലൂടെ മറ്റുള്ളവർക്ക് പ്രകടമാക്കുന്നതും ദൈവ തേജസ്സാണ്. ദൈവത്തെ അറിയാത്ത മനുഷ്യരുടെ ഇടയിൽ നമുക്ക് ദൈവത്തിൻ്റെ തേജസ് പ്രകടമാക്കാൻ കഴിയണം. മനുഷ്യകുലത്തെ ദൈവം സൃഷ്ടിച്ചത്, പ്രത്യേകിച്ച് 1 കൊരിന്ത്യർ 11-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാകിയാൽ. ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സുമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, ഇവിടെയൊക്കെ നമുക്ക് ആ സൃഷ്ടി ദൈവത്തിൻ്റെ പദ്ധതി കാണാം. ഉൽപ്പത്തി 9:6 നമുക്ക് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി 9:6 അവിടെ പറയുന്നത്: ആരെങ്കിലും മനുഷ്യൻ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യരെ ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ തേജസ്സാണ് മനുഷ്യൻ. യാക്കോബ് 3:9 യാക്കോബിലൂടെ ഈ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കും. ദൈവത്തിൻ്റെ തേജസ് ധരിക്കുന്നവനാണ് മനുഷ്യൻ. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. നാവിനെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു: അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായവർ, നമ്മുടെ വിഷയം അത് മാത്രമേ ഉള്ളൂ. ഇപ്പം മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യവർഗം ആ ഛായ, ആ സാദൃശ്യത്തെ തകർത്ത് കളഞ്ഞു. ആ സാദൃശ്യം തകർത്ത് കളഞ്ഞു. പാപികളായ മനുഷ്യർ എന്ത് ചെയ്തു? റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ അവിടെ എന്ത് ചെയ്തു? അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. ഇതാണ് മനുഷ്യൻ ചെയ്തത്. എന്നിട്ടും ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ തിരിച്ച് ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെക്കുറിച്ചുണ്ടായിരുന്ന അനുഗ്രഹീതമായ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തുവിൽ വന്ന വ്യക്തിയോട് പറയുന്നത്, വ്യക്തിയെക്കുറിച്ച് പറയുന്നു, നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് ആ പ്രതീക്ഷയുണ്ടോ? ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശ. ഞാൻ യേശുവിനോട് തേജസ്കരിക്കപ്പെടും, യേശുവിനെ ഞാൻ കാണും. ഭൂമിയിൽ ദൈവത്തിൻ്റെ തേജസ്സിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുകയാണ്. നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ എനിക്ക് പുനഃസ്ഥാപിക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ഈ പ്രസ്താവനയിലുണ്ട്. അപ്പോൾ റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വാക്യങ്ങൾ പഠിക്കുമ്പോൾ പൗലോസ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ദൈവമക്കൾക്ക് സന്തോഷിക്കാൻ, പ്രശംസിക്കാനുള്ള കാരണങ്ങൾ പറയുകയാണ്. കാരണം ഭൂതം, ഭാവി, വർത്തമാനം എന്ന നിലയിൽ ചിന്തിച്ചാൽ, ഭൂതം, വർത്തമാന, ഭാവി എന്ന നിലയിൽ ചിന്തിച്ചാൽ, പിന്നിലേക്ക് നോക്കിയാൽ നാം നിരപ്പ് പ്രാപിച്ച ദൈവത്തോട് നീതീകരണം പ്രാപിച്ച്, നിരപ്പ് പ്രാപിച്ച് സമാധാനം. ഇപ്പോഴത്തെ കാലത്തിൽ നാം കൃപയിൽ നിൽക്കുന്നു, വർത്തമാനകാലം. ഭാവിയിലേക്ക് നോക്കിയാൽ ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ തീർച്ചയായും സമാധാനമുണ്ടാകും. ഇതാണ് യഥാർത്ഥ സമാധാനം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി ദൈവത്തോട് സമാധാനമുണ്ട്, കൃപയിൽ നിൽക്കുന്നു എന്ന ബോധ്യമുണ്ട്. ദൈവ തേജസ്സിൽ പ്രശംസിക്കുന്ന വ്യക്തി ഹൃദയത്തിൽ സമാധാനമാണ്. ഇതാണ് യഥാർത്ഥ സമാധാനം. 2-ാമത്തെ പാഠം, റോമലേഖനത്തിൽ പഠിപ്പിക്കുന്ന 2-ാമത്തെ പാഠം എന്താണ്? 3 മുതൽ 5 വാക്യങ്ങളിൽ ഇവിടെ പറയുന്നത്, അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ 1-ാമത്തെ പാഠം നമ്മൾ പഠിച്ചത് യഥാർത്ഥ സമാധാനം യുദ്ധവും സംഘർഷങ്ങളുമെല്ലാം അവസാനിക്കുമ്പോൾ ലഭിക്കുന്നതല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. 2-ാമത്തെ പാഠം, നാം തീരുമാനിക്കണം, കഷ്ടതകൾ നമ്മെ കൂടുതൽ നല്ലവരാക്കി, ശ്രേഷ്ഠരാക്കി മാറ്റുമോ, അതോ കഷ്ടതകൾ നമ്മെ കയ്പുള്ളവരാക്കി മാറ്റുമോ? വി നീഡ് ടു ഡിസൈഡ്. നമ്മൾ തീരുമാനിക്കണം എങ്ങനെ അതിനെ സമീപിക്കണം. കഷ്ടതകൾ ഒരുപക്ഷെ ഒരു മനുഷ്യനെ കയ്പുള്ളതാക്കാം. കരഞ്ഞ് നിലവിളിക്കുന്ന, പുലമ്പുന്ന, ഞരങ്ങുന്ന, ആവലാതി പറയുന്ന, പരാതികൾ ഉന്നയിക്കുന്ന, അതൃപ്തിയുള്ളൊരു മനുഷ്യനാക്കി മാറ്റാം, അല്ലെങ്കിൽ കൂടുതൽ പ്രയോജനമുള്ളവരാക്കി മാറ്റാം. അതാണ് നമ്മൾ 2-ാമത്തെ പാഠമായി പഠിക്കാൻ പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന വ്യക്തി, വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തോട് സമാധാനമുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കും, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സമാധാനം, ദൈവത്തിൻ്റെ സമാധാനം, സന്തോഷം,
പ്രത്യാശ, എല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടാകും, എല്ലാം അനുകൂലമായി സംഭവിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. പക്ഷെ അതേസമയം നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്, ചിന്തയുണ്ട്. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ദുഷ്ടകാലങ്ങൾ, കഷ്ടകാലങ്ങൾ, പ്രയാസകാലങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ആ കാലം വരും. ദുഷ്ടകാലങ്ങൾ, കഷ്ടകാലങ്ങൾ ഭൂമിയിൽ വരും. പൗലോസ് വ്യക്തിപരമായി അത് അനുഭവിച്ച ആളാണ്, കഷ്ടകാലങ്ങൾ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പണ്ട് താൻ മിഷണറി യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരിക്കൽ സഞ്ചരിച്ച സ്ഥലങ്ങളിലൂടെ തിരിച്ചു പോകുമ്പോൾ പ്രവർത്തന പുസ്തകം 14:22 വാക്യത്തിൽ അവിടെ പല സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ച് പലരെ ശിഷ്യരാക്കിയ ശേഷം ലുസ്ത്ര, ഇക്കോനിയ, അക്കുന്തിയോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയുള്ള പുതുതായി ക്രിസ്തുവിലേക്ക് കടന്നു വന്ന വിശ്വാസികളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു പോന്നു. എളുപ്പമല്ല ക്രിസ്തീയ ജീവിതം. അനവധി കഷ്ടകാലങ്ങൾ നേരിടും, ബുദ്ധിമുട്ടുകൾ നേരിടും, അപമാനങ്ങൾ നേരിടും. നിലനിൽക്കണം. അവരെ ഉറപ്പിച്ച് നിർത്തി. കഷ്ടങ്ങളിലൂടെയാണ് ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് ഈ ഭൂമിയിൽ കഷ്ടതയിലൂടെ പോകേണ്ടി വരും. കർത്താവ് യേശു അതാണ് യോഹന്നാൻ 16:31 പറഞ്ഞത്: ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്. അപ്പോൾ പൗലോസ് ഇപ്പോൾ എഴുതുന്ന റോമിലുള്ള വിശ്വാസികൾ പറയുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഇതുവരെ കഷ്ടകാലങ്ങൾ അനുഭവിച്ചിട്ടില്ലെങ്കിൽ താമസിയാതെ അവർ നേരിടും. കാരണം തിമോത്തിയോസ് ലേഖനം 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു സത്യം പരാമർശിച്ചു: എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ഈ ഭൂമിയിൽ നമ്മൾ ഭക്തിയോടെ, കപടതയോടെ ജീവിക്കുന്നവരെക്കുറിച്ചല്ല. കാരണം അവരെ സാത്താൻ ഉപദ്രവിക്കില്ല. കാരണം തൻ്റെ വായിലുള്ളവരെ സാത്താൻ പിന്നീട് തേടി നടക്കണ്ട. നേർവച്ച് വിശ്വസ്തയോടെ, ഭക്തിയോടെ, ദൈവഭക്തിയുടെ ശക്തി അനുഭവിച്ച് ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവർ ഏതെല്ലാം തരത്തിൽ അവരെ ഉപദ്രവിക്കുമ്പോൾ സാത്താൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരെ തകർക്കാൻ പറ്റില്ല. ഉപദ്രവം നേരിടുമെന്നത് വ്യക്തമാണ്. അപ്പോൾ കഷ്ടത ഒഴിവാക്കാൻ പറ്റില്ല. പെട്ടെന്നല്ലെങ്കിൽ താമസിയാതെ നമ്മുടെ കുട്ടികളും കഷ്ടതകൾ നേരിടേണ്ടി വരും. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും. കഠിനമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവരെങ്ങനെയാണ് നമ്മൾ ഒരുക്കേണ്ടത്? അതിന് ഇതിനേക്കാളും നല്ല വേദഭാഗമില്ല. റോമലേഖനം 5-ാം അധ്യായത്തിലെ 3-5 വാക്യങ്ങളിൽ നൽകുന്ന ആ പ്രത്യാശ, ആ തിരിച്ചറിവ് കൊടുക്കുക. പുതിയ നിയമത്തിൽ കഷ്ടതകളുടെ വില, കഷ്ടതകളിലൂടെയുള്ള പാഠം നമ്മളെ ബോധ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ് റോമർ 5:3-5. ഇതുപോലെയുള്ള മറ്റ് 2 വേദഭാഗങ്ങൾ, ഒന്ന് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യം, പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 വാക്യം. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്രിട്ടീഷ് നയതന്ത്ര പ്രതിനിധി മറ്റൊരു രാജ്യത്ത്, സൈപ്രസ് എന്ന രാജ്യത്ത് ഒരു ഗവർണറായിട്ട് ജോലി ചെയ്യുകയാണ്. ചെറുപ്പക്കാരനാണ്. പക്ഷെ അവിടെ ഒരു അസ്ഥിര സാഹചര്യം, രാഷ്ട്രീയമായൊരു അസ്ഥിര സാഹചര്യം നേരിടുകയും വലിയ പ്രതികൂലങ്ങൾ നേരിടുകയും ചെയ്തു. ഈ സമയത്ത് തൻ്റെ മകനെക്കുറിച്ച് പ്രയാസപ്പെട്ടതായ ഈ മകൻ്റെ അപ്പൻ തൻ്റെ മകന് വേണ്ടി ഒരു സന്ദേശം അയച്ചു, കേബിൾ സന്ദേശം. ആ സന്ദേശത്തിൽ ആകപ്പാടെ 6 വാക്കുകളാണ് ഉണ്ടായിരുന്നത്. അത് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളാണ്. അവിടെ പറഞ്ഞത് ഇപ്രകാരമാണ്: 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഈ ഒരു സന്ദേശമാണ് അപ്പൻ മകന് ആശ്വാസത്തിന് അയച്ചു കൊടുത്തത്. ഇത് കിട്ടിയ മകൻ അത് വായിച്ചു നോക്കിയതിന് ശേഷം ആ വാക്യ നമ്പർ മാത്രമേ അയച്ചുള്ളൂ. അതാണ് 6 വാക്കുകളെന്ന് പറഞ്ഞത്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8-9 വാക്യം എന്ന് പറഞ്ഞ സന്ദേശം കൊടുത്തു. മകനത് പുസ്തകം തുറന്ന്, ബൈബിൾ തുറന്ന് വായിച്ചു നോക്കി. അപ്പൻ്റെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കാൻ മകൻ തിരിച്ചൊരു സന്ദേശം വിട്ടു. റോമലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അതാണ് ആ മകൻ അപ്പന് തിരിച്ചുവിട്ട സന്ദേശം. എന്തായിരുന്നു ആ സന്ദേശം? നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന വാക്യമാണ്: കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത എന്ന് പറഞ്ഞാൽ തികഞ്ഞ സ്വഭാവം, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയം, ഈ വാക്യം കൂടുതലായിട്ട് ചിന്തിക്കുന്നതാണ്. അപ്പോൾ നാം ഒരു പാഠം പഠിച്ചു. യഥാർത്ഥ സമാധാനം എന്താണ്? പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ടാകുന്നതല്ല. അതൊരിക്കലും അവസാനിക്കില്ല. സംഘർഷ യുദ്ധവും ഒരിക്കലും ഇപ്പോൾ അവസാനിക്കണമെന്നില്ല. യഥാർത്ഥ സമാധാനം ദൈവസാന്നിധ്യത്തിലാണ്. 3 കാര്യങ്ങൾ: ദൈവത്തോട് സമാധാനം, കൃപയിൽ നിൽക്കുക, പ്രത്യാശയിൽ പ്രശംസിക്കുക. രണ്ടാമതായി നമ്മൾ പഠിക്കാൻ ആരംഭിക്കുന്നത്
കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നമ്മളെ എങ്ങനെയുള്ളവരാക്കുന്നു? നല്ലവരാക്കുമോ? കൂടുതൽ ആത്മീക ഭക്തിയുള്ളവരാക്കി മാറ്റുമോ? അതോ കയ്പ് നിറഞ്ഞ പരാതി ഉന്നയിക്കുന്ന ആവലാതികൾ മാത്രം പറയുന്ന വ്യക്തികളായി മാറ്റുമോ? വചനത്തിൽ എന്ത് പറയും? നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.